എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ ബികോമിൻ്റെ മൈനർ 1 പേപ്പറായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് GST ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ 4 മൊഡ്യൂൾസ് ആണുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരാൻ സാധ്യത ഉള്ളത്, അതേപോലെ തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, എസ്സേ ക്വസ്റ്റ്യൻസ്, ഈ രൂപത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ GST ആയിട്ട് ബന്ധപ്പെട്ട് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അതായത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് നമ്മൾ നോക്കുന്നത്. ഡിഫൈൻ GST, അതേപോലെ തന്നെ വാട്ട് ഈസ് ഡയറക്റ്റ് ടാക്സ്, അതേപോലെ തന്നെ വാട്ട് ഈസ് ഇൻഡയറക്റ്റ് ടാക്സ്, വാട്ട് ഈസ് CGST, SGST, IGST, ഇതൊക്കെ ഓരോന്നായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതുപോലെ തന്നെ വാട്ട് ഈസ് ടാക്സ് കാസ്കേഡിങ്, വാട്ട് ഈസ് HSN കോഡ്, അതേപോലെ തന്നെ വാട്ട് ഈസ് SAC സാക്ക് കോഡ് എന്ന് പറയും, അതേപോലെ വാട്ട് ഈസ് GSTN, അതേപോലെ തന്നെ GSTIN എന്താണ്, വാട്ട് ഈസ് എക്സംപ്റ്റ് സപ്ലൈ, വാട്ട് ഈസ് മിക്സഡ് സപ്ലൈ, what is interstate and intrastate supply, then what is nil rated supply, what is zero rated supply, then what is composite supply, then what is GST compensation cess, അതേപോലെ what is time of supply, what is place of supply, what is value of supply, then what is reverse charge mechanism, RCM എന്ന് പറയും. റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്താണ്, വാട്ട് ഈസ് ITC മീൻസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ദെൻ വാട്ട് ഈസ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, ഹൂ ഈസ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, ദെൻ ഡീംഡ് രജിസ്ട്രേഷൻ എന്താണ്, അതേപോലെ കമ്പൽസറി രജിസ്ട്രേഷൻ എന്താണ്, ദെൻ വാട്ട് ഈസ് ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്, then what is tax pyramiding, അതേപോലെ വാട്ട് ഈസ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ഇതൊക്കെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു GST ആയിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള പാരഗ്രാഫ് അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻസ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് 6 മാർക്കിനാണ്, എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് 14 മാർക്കിനാണ്. ഓക്കെ, അപ്പോൾ അതിൽ വരാൻ സാധ്യത ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവല്യൂഷൻ ഓഫ് GST. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവല്യൂഷൻ ഓഫ് GST എന്ന് പറയുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് GST, അതേപോലെ ടാക്സബിൾ ഇവൻ്റ് അണ്ടർ GST എന്ന് പറയുന്നത്, ടാക്സബിൾ ഇവൻ്റ് അണ്ടർ GST, സ്കോപ്പ് ഓഫ് സപ്ലൈ അണ്ടർ GST, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കോപ്പ് ഓഫ് സപ്ലൈ അണ്ടർ GST, അതേപോലെ തന്നെ ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് GST അല്ലെങ്കിൽ എക്സംഷൻസ് അണ്ടർ GST, GSTയിൽ പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ GSTയിൽ നിന്ന് എക്സംഷൻ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് GST കൗൺസിൽ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ ടൈപ്സ് ഓഫ് സപ്ലൈസ് അണ്ടർ GST, പലതരത്തിലുള്ള സപ്ലൈസ് ഉണ്ട്. സോ ആ ടൈപ്സ് ഓഫ് സപ്ലൈസ് ഏതൊക്കെയാണ് എന്ന് പറയുന്ന ക്വസ്റ്റ്യന്. അതുപോലെ വാട്ട് ഈസ് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആൻഡ് ഇറ്റ്സ് അപ്ലിക്കബിലിറ്റി. അപ്പോൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്താണ്, അതുപോലെ ഈ ഒരു ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസം അപ്ലിക്കബിൾ ആവുക. ഓക്കെ, അതുപോലെ വാട്ട് ഈസ് ടൈം ഓഫ് സപ്ലൈ ആൻഡ് ഇറ്റ്സ് കമ്പ്യൂട്ടേഷൻ. അപ്പോൾ ടൈം ഓഫ് സപ്ലൈ എന്താണ്, അത് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് ഗുഡ്സിൻ്റെ കേസിലുള്ള കമ്പ്യൂട്ടേഷൻ ഉണ്ട്, സർവീസസിൻ്റെ കേസിലുള്ള കമ്പ്യൂട്ടേഷൻ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ ആൻഡ് ഇറ്റ്സ് കമ്പ്യൂട്ടേഷൻ. പ്ലേസ് ഓഫ് സപ്ലൈ ഇതേപോലെ തന്നെയാണ്, അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ഗുഡ്സിൻ്റെ കേസിൽ ഒരു രൂപത്തിലാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, അതായത് സർവീസസിൻ്റെ കേസിൽ മറ്റൊരു രൂപത്തിലാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ അത് ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ GST കോമ്പൻസേഷൻ സ്കീം എന്താണ്, GST കോമ്പൻസേഷൻ സ്കീം എന്താണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതേണ്ടത് എന്താണ് ആ സ്കീം എന്നുള്ളതും അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എഴുതാം. കണ്ടീഷൻസ് ഓഫ് കോമ്പൻസേഷൻ സ്കീം എല്ലാം നിങ്ങൾക്ക്, കോമ്പോസിഷൻ സ്കീം എല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കോമ്പോസിഷൻ സ്കീം റൂൾസ് അണ്ടർ GST. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കോമ്പോസിഷൻ സ്കീം റൂൾസ് അണ്ടർ GST എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും വെച്ചാൽ 4 കാര്യങ്ങൾ അതിൽ വരുന്നത്.
ഇൻറ്റിമേഷൻ ഫോർ കോമ്പോസിഷൻ ലെവി, ഇഫക്റ്റീവ് ഡേറ്റ് ഫോർ ലെവി, അതേപോലെ തന്നെ കണ്ടീഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഫോർ ലെവി, അതുപോലെ റേറ്റ് ഓഫ് ടാക്സ്. ഈ 4 കാര്യങ്ങൾ അടങ്ങുന്നതിനെയാണ് നമ്മൾ കോമ്പോസിഷൻ സ്കീം റൂൾസ് അണ്ടർ GST എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോമ്പോസിഷൻ സ്കീം റൂൾസ് അണ്ടർ GST എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് ചോദിക്കാം. ഇൻറ്റിമേഷൻ ഫോർ ലെവിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം, ഇഫക്റ്റീവ് ഡേറ്റിനെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ കണ്ടീഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓഫ് കോമ്പോസിഷൻ സ്കീമിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ടാക്സിനെ കുറിച്ച് അല്ല, അങ്ങനെ ഇൻഡിവിജ്വലി ആയിട്ടും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുന്നതാണ് എന്ത് കോമ്പോസിഷൻ സ്കീം റൂൾസ് അണ്ടർ GST എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കാണ് GST രജിസ്ട്രേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. പ്രൊസീജിയർ ഓഫ് GST രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ക്യാൻസലേഷൻ ഓഫ് GST രജിസ്ട്രേഷൻ. അപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുക, സോ അതും ഒരു പാരഗ്രാഫ് ക്വസ്റ്റനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് റിട്ടേൺസ് അണ്ടർ GST, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് റിട്ടേൺസ് അണ്ടർ GSTയിൽ ഏതൊക്കെ തരത്തിലുള്ള റിട്ടേൺസ് ആണ് സബ്മിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു GST എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 1-2 മൊഡ്യൂൾസിലെ ഭാഗങ്ങൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ തന്നെ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ലിങ്ക് കൂടെ ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടുതൽ ഷെയർ ചെയ്തുകൊണ്ട് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.